ഓം നമോ നാരായണായ. ശ്രീമൻ നാരായണീയം ദശകം 21 ശ്ലോകം 8. ഈ ശ്ലോകത്തിൽ ഇളാവൃതത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഹരിവർഷാണെന്ന് നമ്മൾ മുൻപ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അതിൻ്റെ തെക്ക് ഭാഗത്തുള്ള കിംപുരുഷം എന്ന ഒരു ഭൂഖണ്ഡമുണ്ട്. അവിടെ ഭക്ത ഹനുമാനാണ് പൂജിക്കുന്നത്. ആരെയാണ്? തീർച്ചയായിട്ടും ശ്രീരാമചന്ദ്രനെ തന്നെയാണ്. തെക്കേ ഭാഗത്തുള്ള കിംപുരുഷം എന്ന ഭൂഖണ്ഡത്തിൽ അതിഗാഠമായ ഭക്തിയോടുകൂടി ഹനുമാൻ ശ്രീരാമസ്വാമിയെ ഭജിക്കുന്നു. സീതയ്ക്ക് എപ്പോഴും സന്തോഷം, ആനന്ദം നൽകുന്നവനും പരമാത്മാവ് തന്നെ ആയിട്ടുള്ളവനും ആണ് ശ്രീരാമചന്ദ്രൻ. ആ രാമൻ എപ്പോഴും തൻ്റെ ഉള്ളിൽ പ്രകാശിക്കണേ, തന്നെ അനുഗ്രഹിക്കണേ എന്ന് ഹനുമാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഭട്ടതിരിപ്പാടും പ്രാർത്ഥിക്കുന്നു. കിംപുരുഷന്മാരും അവരുടെ നാട്ടിലെ ബാക്കി എല്ലാവരും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനെയാണ് പൂജിക്കുന്നത് എന്നാണ്. ശ്ലോകം നോക്കാം. യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ സീതാഭിരാമ പരമാദ്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. അർത്ഥം: യാമ്യാം ദിശാം, യാമ്യാം എന്ന് പറഞ്ഞാൽ യമൻ്റെ ദിക്ക്, തെക്ക് ഭാഗം. തെക്കു ഭാഗത്തിന്, അതായത് ഇളാവൃതത്തിൻ്റെ തെക്കുള്ള ഹരിവർഷത്തിൻ്റെയും തെക്കായിട്ടുള്ള ഭാഗം. ഭജതി, ആരാണ് ഭജിക്കുന്നത്? കിം പുരുഷാഖ്യവർഷേ ദൃഢഭക്തിഭാജ ഹനുമത. കിംപുരുഷം എന്നാണ് ആ ഭൂഖണ്ഡത്തിൻ്റെ പേര്. അവിടെ ചെറിയ ഭക്തിയല്ല, ദൃഢമായ ഉറച്ച ഭക്തിയോടുകൂടി ഹനുമാനാൽ സംസേവിത, നല്ലതുപോലെ സേവിക്കപ്പെടുന്നവനും സീതാഭിരാമ പരമാത്ഭുതരൂപശാലി, സീതയെ എപ്പോഴും ആലോചിക്കുമ്പോഴൊക്കെ സീതയ്ക്ക് സന്തോഷം, അങ്ങനെയുള്ള ആ അഭിരാമമൂർത്തിയും പരമാത്മാവും ആയിട്ടുള്ള പരമ അത്ഭുത രൂപത്തോടു കൂടിയ ഭഗവാൻ ശ്രീരാമനെ, രാമാത്മകത്വം, അങ്ങ് തന്നെയല്ലേ ആ രാമനായിട്ട് ലീലകളാടിയത്, അങ്ങനെയുള്ള ഭഗവാനെ പരിലസൻ പരിപാഹി, എൻ്റെ ഉള്ളിലും പ്രകാശിക്കണ ആ ഭഗവാനെ എന്നെയും പരിപാലിക്കണേ എന്നാണ് അർത്ഥം. കിംപുരുഷത്തിലെ ആൾക്കാർ ഒരു തരത്തിൽ ഋഷിമാരാണത്രേ. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്കൊക്കെ ശ്രീരാമനാണ് ഭഗവാൻ. ഹനുമാനും ആ ഭാഗത്ത് തന്നെയാണ് വസിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ സീതയ്ക്ക് അഭിരാമനും പരമാത്മാവ് തന്നെ സ്വരൂപമായിട്ടുള്ളവനും എപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ശ്രീരാമസ്വരൂപനും ശ്രീ ഹനുമാൻ്റെ സ്വാമിയും ആയിട്ടുള്ള അങ്ങ് എൻ്റെ ഉള്ളിലും പ്രശോഭിക്കണേ, എന്നെയും രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. യാമ്യാം ദിശാം, തെക്കുഭാഗത്ത് കിംപുരുഷാഖ്യവർഷേ, കിംപുരുഷം എന്ന് പേരായിട്ടുള്ള വർഷേ ഭൂഖണ്ഡത്തിൽ ഭജതി, എല്ലാവരും ഭജിക്കുന്നു. സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജ, ഏറ്റവും ഭക്തിയുടെ പാത്രമായിട്ടുള്ള ഹനുമാനാൽ എപ്പോഴും സേവിക്കപ്പെടുന്ന സീതാഭിരാമ, സീതയ്ക്ക് എപ്പോഴും ആനന്ദം നൽകുന്ന പരമാത്ഭുത രൂപശാലി, ഏറ്റവും ശ്രേഷ്ഠനും അത്ഭുത രൂപശാലിയും രൂപത്തോടു കൂടിയവനും ആയിട്ടുള്ള രാമാത്മക ശ്രീരാമ സ്വാമിയായവനെ പരിലസൻ പരിപാഹി വിഷ്ണു, അങ്ങനെയുള്ള അവിടുന്ന് എന്നെയും രക്ഷിക്കണേ എന്നാണ്. ഈ കാര്യം ഭാഗവതത്തിൽ പറഞ്ഞതൊന്ന് നോക്കാം. കിംപുരുഷവർഷത്തിൽ പരമഭക്തനായിട്ടുള്ള ശ്രീ ഹനുമാൻ വല്ലാതെ ആനന്ദമായിട്ട് ശ്രീരാമനെ ആലോചിക്കുന്നത് തന്നെ ഹനുമാനെ രോമാഞ്ചം
അശ്രുക്കൾ ഒക്കെ വരുത്തുന്നതാണ്. അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്ര സ്വരൂപത്തിൽ ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. നിരന്തരം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പിന്നെ വലിയ സ്തുതിയുണ്ട്. പിന്നെ സ്ത്രീ സംഘം തുടങ്ങിയിട്ടുള്ള ദുഃഖം മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. സ്ത്രീകളോട് സംഘമായാൽ, കുടുംബത്തിൽ മമതയായാൽ തീർച്ചയായിട്ടും ദുഃഖം തന്നെയാണ് എന്ന് കാണിക്കാനാണ്. ആത്മാരാമനാണ് വാസ്തവത്തിൽ ശ്രീരാമനും ശ്രീകൃഷ്ണനും എല്ലാവരും. എന്നിട്ടും ദുഃഖം അനുഭവിച്ചത് എന്തിനാ? ലോകത്തിനെ കാണിക്കാനാണ്. സീതയെ വിരഹം ഒക്കെ, സീതയെ കട്ടുകൊണ്ട് പോയപ്പോൾ ഉറക്കെ വിരഹം സഹിക്കാതെ കരയുകയൊക്കെ ചെയ്തില്ലേ? നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ പ്രാകൃതൻ്റെ പോലെ ആയാൽ ഇങ്ങനെയൊക്കെ ഭവിക്കും എന്ന് കാണിക്കാനാണ്. അതുപോലെ തന്നെ ധർമ്മത്തിൽ അതിയായ ആസക്തി കാണിച്ചാൽ അതും വിഷമമാണ്. അവസാനം ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ? അങ്ങനെ ഭക്തിക്ക് ഇതൊന്നും ആവശ്യമില്ല. വലിയ കുലത്തിലെ ജന്മോ സൗന്ദര്യാദി ഗുണഗണങ്ങളോ ഒന്നും ആവശ്യമില്ല. ഭക്തി മാത്രമേ വേണ്ടൂ. അതുകൊണ്ടല്ലേ വാനരന്മാരായിട്ടുള്ള ഞങ്ങൾ മനുഷ്യർ പോലും അല്ല, എന്നിട്ടും അവിടുന്ന് ഞങ്ങളെയും അതുപോലെ തന്നെ സഖാക്കളാക്കി തന്നെ സ്വീകരിച്ചില്ലേ? തന്നെ ആശ്രയിക്കുന്നവരാരാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ആനന്ദം പ്രദാനം ചെയ്യുന്ന, സീതയെ എങ്ങനെയാണോ സന്തോഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ആനന്ദം നൽകുന്ന ഭഗവാനെ കോടി കോടി നമസ്കാരം എന്നാണ് ആ സ്തുതിയിൽ പറയണത്. ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷ